വാസ്തുവീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയരാജൻ കുറുവത്ത്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതിൽ ബെഡ്റൂമുകൾക്ക് ഓരോ മുറികൾക്കും പ്രത്യേക അളവുകളുണ്ട്. അതിൽ ബെഡ്റൂമുകളുടെ ചില അളവുകളാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഒരു സാധാരണ വീടിന് നമ്മളൊരു 10ൻ്റെ ഒരു ബെഡ്റൂം എന്ന് പറയുന്ന ഒരു അളവാണ് ഈ 16 കോല് 8 വിരൽ, അതായത് 1176 സെൻറ്റിമീറ്ററാണ് വരിക. അത് ഒരു ഭാഗം നമ്മൾ 10 അടി കറക്റ്റാക്കി എടുക്കുമ്പോൾ മറ്റേ ഭാഗം നമുക്ക് 9 അടിയും 18 സെൻറ്റിമീറ്ററാണ് കിട്ടുക. അതായത് 12 സെൻറ്റിമീറ്റർ ഒരു ഭാഗം കുറവുണ്ടാകും 10 അടിക്ക്. അങ്ങനെയാണ് അതിൻ്റെ കൃത്യമായ അളവ്. അതിപ്പോൾ ഈ 300 എന്നുള്ളത് 310 ആണെങ്കിൽ നമ്മൾ 288 ഉള്ളത് 278 ആക്കിയിട്ട് കുറയ്ക്കാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അളവുകൾ വ്യത്യാസം വരുത്താം. 310 അല്ലെങ്കിൽ 309 അല്ലെങ്കിൽ 312, അങ്ങനെ 3ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈസ് ഇത്തിരി വലിയ സൈസാണ്. 10 അടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗം 13 അടി, ഒരു ഭാഗം 11 അടി, അതായത് 12 റൂം എന്ന് പറയും. അതിന് നമ്മളെപ്പോഴും ഒരു ബെഡ്റൂം വാസ്തുപ്രകാരം സമചതുരമായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ 12 ഉള്ളത് ഒരു 12 സെൻറ്റിമീറ്റർ കൂട്ടിയാലും മതി, മറ്റേ ഭാഗം 12 സെൻറ്റിമീറ്റർ കുറയ്ക്കുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 13, 11 കാണിച്ചിട്ടുള്ളത്. പിന്നെ ദീർഘചതുരത്തിലാവുമ്പോൾ നമുക്ക് കട്ടിലുകൾ അഡ്ജസ്റ്റ് ചെയ്തിടാനൊക്കെ ആ റൂമിൽ സൗകര്യം കൂടുതലുണ്ട്. പിന്നെ അടുത്തത് 2116, അതായത് 1560 സെൻറ്റിമീറ്റർ, അതായത് ഒരു ഭാഗം 14 അടി കിട്ടുമ്പോൾ മറ്റേ ഭാഗം 12 അടി. ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് സൈസ്. ഇതും പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഭാഗം കുറച്ച് കൂട്ടി മറ്റേ ഭാഗം കുറയ്ക്കാം, അല്ലെങ്കിൽ ആ ഭാഗം കുറച്ച് ഈ ഭാഗം കൂട്ടാം. അതൊക്കെ ഒരു 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വ്യത്യാസത്തിൽ നമുക്ക്, അതായത് ഒരു വിരല് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ കണക്കിലാണ് അങ്ങനെ 3 സെൻറ്റിമീറ്റർ വീതം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. പിന്നെ അടുത്ത അതിൻ്റെ വലിയ അളവ് 1608 സെൻറ്റിമീറ്റർ, അതായത് ഒരു ഭാഗം 14 അടി 24 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ മറ്റേ ഭാഗം നമുക്ക് 13 അടിയാണ് കിട്ടുക. ഇനിയിപ്പോൾ ഈ ഭാഗം 13, 24 എടുത്തിട്ട് മറ്റേ ഭാഗം 14 അടിയാക്കാം, അങ്ങനെയും ചെയ്യാം. ചുറ്റളവിൽ മാറ്റം വരാൻ പാടില്ലെന്ന് മാത്രം. അടുത്ത അതിൻ്റെ വലിയ അളവ് എന്ന് പറയുന്നത് 1704 സെൻറ്റിമീറ്ററാണ്, അതായത് ഒരു ഭാഗം നമുക്ക് 15 അടി എടുക്കണമെങ്കിൽ മറ്റേ ഭാഗം നമുക്ക് 13 അടി എടുക്കാം. അതും ഇതുപോലെ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ബെഡ്റൂമിന് മാത്രമല്ല, ഏത് റൂമുകൾക്കായാലും നമുക്ക് ഈ അളവുകൾ സ്വീകരിക്കാവുന്നതാണ്. ഈ അളവുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുറിയുടെ ഉൾഭാഗത്തെ അളവുകളാണ്. നമ്മൾ വെട്ടുകല്ലുകൊണ്ടാണ് പണിയുന്നതെങ്കിൽ ഇവിടേക്ക് ഒരു 24 സെൻറ്റിമീറ്റർ, ഇവിടേക്കും 24 സെൻറ്റിമീറ്റർ കിട്ടും, ചുറ്റുഭാഗത്തും വരും ഭിത്തിക്കനം, അതും കണക്കാക്കണം. നമ്മളിത് എല്ലാം റൂമിൻ്റെ ഉൾവശത്തെ കണക്കുകൾ മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം, നമ്മുടെ ഇഷ്ടാനുസരണം ഇതിൻ്റെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ചുറ്റളവുകൾ മാറ്റം വരാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബായ്.